ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങളിപ്പോ ഈ ചെയ്തതിന് നിങ്ങളുടെ ചെകിടടിച്ചൊന്ന് തരേണ്ടതാ. പക്ഷേ ആ ഗുരുത്വമില്ലായ്മ ഞാൻ ചെയ്യില്ല. കാരണം ഞാൻ സേതുമാധവന്റെ മകനാ. അത് നിങ്ങൾ മറക്കരുത്. മോളിപ്പോ ഓക്കെ അല്ലേ? പക്ഷെ വേദനയുണ്ട്. അത് കുറച്ച് കഴിയുമ്പോ മാറിക്കോളും കേട്ടോ. വേദന കുറവില്ലെങ്കിൽ പറഞ്ഞാ മതി. ഡോക്ടർ കുറച്ച് കഴിഞ്ഞ് നോക്കാം കേട്ടോ. സ്കാനിങ്ങില് വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല. തൽക്കാലം റെസ്റ്റ് എടുക്കട്ടെ. ശരി ഡോക്ടർ, താങ്ക് യു. ഓക്കെ. അമ്മ വന്നില്ലേ ടീച്ചറെ? അമ്മ ഇപ്പൊ വരും കേട്ടോ. അമ്മേ, അയ്യോ, എന്താ മോളെ ഇത്? സൂക്ഷിക്കണ്ടേ? ആവശ്യമില്ലാത്ത ഗെയിം കളിക്കരുതെന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ? അത് സാരമില്ല. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും അമ്മ എന്റെ അടുത്ത് ഇരിക്കില്ലേ? അതെങ്ങനെയാ മേഡം, പറഞ്ഞാ കേക്കണ്ടേ? ഒരിത്തിരി സമയം കിട്ടിയാ മതി, അപ്പോഴേക്കും കളിക്കാനോടും. നിങ്ങളൊക്കെ ആ സ്കൂളിൽ എന്ത് ജോലിയാ ചെയ്തോണ്ടിരിക്കുന്നത്? എന്ത് ഉത്തരവാദിത്തം നിങ്ങൾക്കുള്ളത്? കണ്ടില്ലേ എന്റെ മോൾ നടക്കുന്നേ? നിങ്ങൾ സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നോ? മാഡം, ചിപ്പി മോൾക്ക് ഇത് സംഭവിച്ചതില് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. പക്ഷേ അത് ഞങ്ങളുടെ കുറ്റം കൊണ്ടൊന്നുമല്ല. ഇന്റർവെൽ സമയത്ത് കുട്ടികൾ സാധാരണ പല ഗെയിമുകളും കളിക്കാറുണ്ട്. അതിന്റെ ഇടയിൽ ഇങ്ങനെ ചില അബദ്ധങ്ങളും സംഭവിക്കാറുണ്ട്. അതിന് ടീച്ചേഴ്സിനെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? പിന്നെ ആരെ കുറ്റം പറയണം? നീയല്ലേ മോളുടെ ക്ലാസ് ടീച്ചർ? അതെ. കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് നിന്റെ ചുമതലയല്ലേ? അതോ മനഃപൂർവ്വം അവള് വീഴട്ടെ നീ കരുതിയോ? ആയിരിക്കും. എന്നോടുള്ള ശത്രുതയാണല്ലോ നിന്റെ നിന്റെ കുടുംബത്തിന്റെ ഉള്ളിലുള്ളത്. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാ. ഞാൻ ചിപ്പിമോളുടെ ക്ലാസ് ടീച്ചറാ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കുട്ടികളില് ഒരാളാ ചിപ്പിമോള്. നീ എന്നോട് തർക്കുത്തരം പറയാണോ? അല്ല, നിങ്ങളോടൊപ്പം ഉള്ളതിനേക്കാൾ കൂടുതൽ സമയം ചിപ്പിമോൾ ചെലവഴിക്കുന്നത് ഞങ്ങൾ ടീച്ചർമാരോടൊപ്പമാ. നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കുട്ടികളെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് വ്യക്തിപരമായ കാര്യങ്ങള് ഇവിടെ പറയേണ്ടതില്ല. ആവണി പറഞ്ഞത് ശരിയാണ് മാഡം. ഈ കുട്ടികളെല്ലാം ഞങ്ങൾക്ക് മക്കളെ പോലെയാണ്. ആവണി സ്വന്തം അനിയത്തിമാരെ പോലെയാണ് ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. അമ്മേ, ആവണ ടീച്ചർ പാവവാ. ടീച്ചറിനെ വഴക്കു പറയല്ലേ? മാഡം, മോളെ ഹോസ്പിറ്റലിൽ എത്തിച്ച കാർ ഡ്രൈവർ വന്നിട്ടുണ്ട്. അയാൾക്ക് മോളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. വരാൻ പറഞ്ഞു. ശരി മാഡം. അങ്കിളേ, അങ്കിളേ. ചിപ്പി, സ്റ്റോപ്പ് ഇറ്റ്. ആരാ നിന്റെ അങ്കിള്? ഇയാള് വെറും ഒരു ഡ്രൈവർ മാത്ര, അത് മറക്കരുത്. മോളെ, മോക്കിപ്പോ എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്കിളിന് വേദനയുണ്ടോ? ചെറുതായിട്ട്. പക്ഷേ അത് സാരമില്ല. മോക്കൊന്നും പറ്റിയില്ലല്ലോ. ഓ, അത് ശരി.
അപ്പൊ എന്റെ മോക്ക് എന്തെങ്കിലും പറ്റണമെന്നാണോ എന്റെ മനസ്സിലിരിപ്പ്? മാഡം, സച്ചിയെ കുറിച്ച് അങ്ങനെ പറയരുത്. സച്ചി വന്നതുകൊണ്ടാ ആ സമയത്ത് മോളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞത്. അത് മറക്കരുത്. പറഞ്ഞോട്ടെ മാഡം, ഈ പാവം കുഞ്ഞ് എന്ത് പഴിച്ചു? ചെയ്തെന്ന സഹായത്തിന് അഭിനന്ദനങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അപമാനിക്കരുത്. നിന്റെ സൗജന്യ സേവനമൊന്നും എന്റെ കുഞ്ഞിന് ആവശ്യമില്ല. ജെനി, ഇത് വെച്ചോ. എന്റെ മോക്ക് വേണ്ടി നീ ചെയ്ത സേവനത്തിനുള്ള കൂലി. എനിക്കിതിന്റെ ആവശ്യമില്ല. അത് ഞാനാ തീരുമാനിക്കുന്നത്. മാഡം, അയാളെ ഇങ്ങനെ അപമാനിക്കുന്നത് ശരിയല്ല. എന്ത് വേണമെന്ന് എനിക്കറിയാം. ആരുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. മറ്റാരോടാണെങ്കിലും ഞാനിങ്ങനെ ചെയ്യില്ലായിരുന്നു. പക്ഷേ സേതുമാധവന്റെ കുടുംബത്തിൽ നിന്നുള്ള ആരുടെ സഹായവും സേവനവും എനിക്കും എന്റെ മോക്കും വേണ്ട. പണം ഇതുകൊണ്ട് എന്ത് നേടാനാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഈ പണം നിങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിയാത്തതേ ഇതേ എനിക്ക് കൂടി അവകാശപ്പെട്ട പണമായതുകൊണ്ടാ. എന്റെ അച്ഛനും സഹോദരങ്ങളും ഞാനും ചേർന്ന് അധ്വാനിച്ച പണം നിങ്ങൾ തട്ടിയെടുത്തതാ. ഇത്രയൊക്കെ ചതിച്ച് നേടിയിട്ടും അവസാനം നിങ്ങളുടെ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ തന്നെ വേണ്ടി വന്നു. അതാണ് ദൈവത്തിന്റെ വിധി. ഈ പണം മാത്രമല്ല, നിങ്ങളുടെ കയ്യിലെ അവസാനത്തെ ചില്ലിക്കാശും നിങ്ങൾ ഞങ്ങളുടെ കാൽക്കൽ കൊണ്ടുവയ്ക്കുന്ന ഒരു ദിവസം വരും. അന്ന് അതിന്റെ കൂടെ ഞാൻ ഇതുകൂടി വാങ്ങിച്ചോളാം. അതുവരെ ഇത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നിങ്ങളിപ്പോ ഈ ചെയ്തതിന് നിങ്ങളുടെ ചെകിടടിച്ചൊന്ന് തരേണ്ടതാ. പക്ഷേ ആ ഗുരുത്വമില്ലായ്മ ഞാൻ ചെയ്യില്ല. കാരണം ഞാൻ സേതുമാധവന്റെ മകനാ. അത് നിങ്ങൾ മറക്കരുത്. മോളെ പോട്ടെ.